ആമോസ് അധ്യായം 1. തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായ ആമോസ് യഹൂദ രാജാവായ ഉസിയാവിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാഷിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ കാലത്തും ഭൂകമ്പത്തിന് 2 സംവത്സരം മുമ്പേ ഇസ്രായേലിനെക്കുറിച്ച് ദർശിച്ച വചനങ്ങൾ. അവൻ പറഞ്ഞതോ, യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ച് യെരൂശലേമിൽ നിന്ന് തൻ്റെ നാദം കേൾപ്പിക്കും. അപ്പോൾ ഇടയന്മാരുടെ മേച്ചൽപ്പുറങ്ങൾ ദുഃഖിക്കും, കർമ്മേലിൻ്റെ കൊടുമുടി വാടിപ്പോകും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ദമ്മേശെക്കിൻ്റെ 3-4 അതിക്രമം നിമിത്തം അവർ ഗിലെയാദിനെ ഇരുമ്പു മെതിവണ്ടി കൊണ്ട് മെതിച്ചിരിക്കിയാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഞാൻ ഹസായേൽ ഗൃഹത്തിൽ ഒരു തീ അയക്കും, അത് ബെൻഹദദിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഞാൻ ദമ്മേശെക്കിൻ്റെ ഓടാമ്പൽ തകർത്ത് ആവൻ താഴ്വരയിൽ നിന്ന് നിവാസിയെയും ഏദൻ ഗൃഹത്തിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. അരാമ്യർ ബദ്ധന്മാരായി കീറിലേക്ക് പോകേണ്ടി വരും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഗസ്സയുടെ 3-4 അതിക്രമം നിമിത്തം അവർ എദോമിന് ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഞാൻ ഗസ്സയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും, അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഞാൻ അസ്തോദിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. എൻ്റെ കൈ എക്രോൻ്റെ നേരെ തിരിക്കും, ഫെലിസ്ത്യരിൽ ശേഷിപ്പുള്ളവർ നശിച്ചു പോകും എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: സോരിൻ്റെ 3-4 അതിക്രമം നിമിത്തം അവർ സഹോദര സഖ്യത ഓർക്കാതെ ബദ്ധന്മാരെ ആസകലം എദോമിന് ഏൽപ്പിച്ചു കളഞ്ഞിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഞാൻ സോരിൻ്റെ മതിലിനകത്ത് ഒരു തീ അയക്കും, അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: എദോമിൻ്റെ 3-4 അതിക്രമം നിമിത്തം അവൻ തൻ്റെ സഹോദരനെ വാളോടുകൂടെ പിന്തുടർന്ന് തൻ്റെ കോപം സദാകാലം കടിച്ചു കീറുവാൻ തക്കവണ്ണം സഹതാപം വിട്ടുകളയുകയും ദ്വേഷ്യം സദാകാലം വച്ചുകൊള്ളുകയും ചെയ്തിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഞാൻ തേമാനിൽ ഒരു തീ അയക്കും, അത് ബൊസ്രയിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അമ്മോന്യരുടെ 3-4 അതിക്രമം നിമിത്തം അവർ തങ്ങളുടെ അതിർ വിസ്താരമാക്കേണ്ടതിന് ഗിലെയാദിലെ ഗർഭിണികളെ പിളർന്നു കളഞ്ഞിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ഞാൻ രബ്ബായുടെ മതിലിനകത്ത് ഒരു തീ കത്തിക്കും, അത് യുദ്ധദിവസത്തിലെ ആർപ്പോടും പിഷറുള്ള നാളിലെ കൊടുങ്കാറ്റോടും കൂടെ അതിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, അവനും അവൻ്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു.